ജസ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതാണെങ്കിൽ എന്നിടത്തെ വ്ളോഗ് വെച്ചാൽ ഒരു വ്യാഴാഴ്ച കളക്ടർ ലീവ് വന്നിരുന്നോ മലപ്പുറം ജില്ലയിൽ റെഡ് അലേർട്ടെല്ലായിട്ട്. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള വ്ളോഗാണ് ഇത്. ടെയിൻ മൈ ലീഫാണോ വെച്ചാലാണ്, എന്നാൽ കാര്യമായിട്ട് ഈ മേലത്തെ ഫ്ലോർ ക്ലീൻ ആക്കുന്നതാണ് ഉള്ളത്. ഇതെന്താ സംഭവിച്ചാൽ നമ്മളെ മേലത്തെ റൂമിൽ പുതിയൊരു ആൾമാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വാർഡ്രോപ്പ്. അപ്പോൾ അത് ഉണ്ടാക്കിയപ്പം ലൈക്ക് ആ റൂം ഫുള്ള് ഭയങ്കര പൊടിയായിട്ട് മേലത്തെ ഫ്ലോറൊക്കെ നല്ല ലംബായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും നന്നാക്കണം വിചാരിച്ചിനി. പിന്നെ പിറ്റേന്ന് ലീവും കിട്ടിയോണ്ട് അങ്ങനെ ഈ ദിവസം ഫുൾ ക്ലീനിങ് തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമല്ലോ എത്രത്തോളം പൊടിയും കാര്യങ്ങളും ഉള്ളത്. ലൈക്ക് ഈ റൂമിലത്തെ എല്ലാ ഫേർണിച്ചേഴ്സും നല്ല പൊടിയുണ്ട്. ഇനി ആൾമാരായാലും കട്ടിലായാലും മേശയായാലും ഒക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ റെഡ് അലേർട്ടിൻ്റെ അന്നാണ് റെഡ് അലേർട്ട് ആയിട്ട് എന്താണ് ലീവ് വന്ന ദിവസം ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതാ പുറത്തെല്ലാം അത്യാവശ്യം മഴയുണ്ടേനി. എന്നാലും അത്രയ്ക്ക് മഴ ഇല്ലേനി. നല്ലോണം മഴ പെയ്തൊക്കെയാണ് ഈ പിറ്റേന്ന് ലീവ് കിട്ടിയേനി. ബട്ട് മഴക്ക് എന്തോ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലേനി തോന്നുന്നുണ്ട്. ഈ വ്ളോഗ് മേ ബി നിങ്ങൾക്ക് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നാം, എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. പിന്നെ 2-3 കമൻറ്റ്സ് ഞാൻ കണ്ടേനി ലോങ് വീഡിയോസ് ഇടുമ്പോൾ ഒന്നുകൂടി എന്താണ് ലോങ് ആയിട്ട് ഇടാനും വേണ്ടിയിട്ട്. സാധാരണ ഞാൻ ഏറി വന്നാൽ ലൈക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ ആണെങ്കിൽ ഏറി വന്നാൽ ഒരു 8 മിനിറ്റ് ഒക്കെ പോലുള്ളൂ ഉള്ളത്. പിന്നെ ഇവിടെ അടുത്തിട്ട് 2 വ്ളോഗാണെന്നുണ്ടെങ്കിൽ 4 മിനിറ്റും 6 മിനിറ്റും ആണ്. കുറച്ചൊന്ന് ഷോർട്ടായി പോയി. അപ്പോൾ ഇതിപ്പോൾ എന്താ കാട്ടുന്നത് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിറച്ചും കോട്ടന്മുണ്ട്. അതുകൊണ്ടാണ് ഈ കൂറച്ചോക്ക വരച്ചിടുന്നത്. അത് വരച്ചിട പിന്നെ ഐറ്റങ്ങൾ ഡെഡായി പോകും. അപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ ജനാലിൻ്റെ ഇടയിലൊക്കെ ഐറ്റങ്ങൾ കൂറച്ചോക്കെല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ ഡെഡായി കിടക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരു ബ്രഷ് എടുത്തിട്ട് നീക്കിയിടാണ് കേട്ടോ നിലത്ത്. മാസിന് ഇതാ അതിൻ്റെ ഇടയിൽ കുളത്തിലെല്ലാം പോയി കുളിച്ചിട്ട് ഇതാ 2 മുട്ടായെല്ലാം കൊണ്ട് വന്നിട്ടുണ്ട് ഇനി മേലക്ക്. ഗായ്സ് നമുക്ക് തിന്നു നോക്കാം. മാസിന് കൊണ്ടുവന്നത് സൂപ്പർ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും മുട്ടായൊക്കെ തിന്നു. പിന്നെ ഞാൻ എന്താ റൂം അടിച്ചു തരാം കേട്ടോ. ആദ്യം ഈ റൂം അടിച്ചു തരിട്ടു, എന്നിട്ട് പിന്നെ ബാക്കി സിറ്റ് ഔട്ട് ഡൈനിങ് ഹാള് മറ്റേ റൂമെല്ലാം അടിച്ചു പറഞ്ഞതിന് മുന്നേ മൊത്തത്തിലും തട്ടിയുണ്ട്. ആൾമാരെയും കട്ടിലും അതേപോലെ സ്റ്റഡി ടേബിളെല്ലാം മൊത്തത്തിലൊന്നും അല്ല. ഈ കൈമലൊക്കെ നല്ല പൊടിയുണ്ട്. അപ്പോൾ പിന്നെ അതൊന്നും തട്ടാതെ നമ്മൾ അടിച്ചു വാരിയിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കാക്കാൻ്റെ എന്താണ് വേസ്റ്റ് ബാസ്ക്കറ്റാണ്. കണ്ടില്ലേ, നിറച്ച് മുട്ടായി കവറാണ്. ഇത്രയും റിച്ച് ആയിട്ടുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വരെ കാണുന്നത്. ഓൻ തട്ടാതെ കൂട്ടി വെച്ച് ഇപ്പോൾ ഏതായാലും അറിഞ്ഞിക്കണം. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ 10th കുറേ യൂണിഫോമിൽ ലാസ്റ്റ് എല്ലാവരും യൂണിഫോമിൽ ഇങ്ങനെ മാർക്കറോട് വരയ്ക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഞങ്ങളും ചെയ്തിട്ടുണ്ടേനി. അപ്പോൾ എന്താണ് ഇങ്ങനെ ചെയ്ത യൂണിഫോം ഇനി ആർക്കും കൊടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞാനത് ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ടേനി. ഇതൊക്കെ അന്ന് യൂസ് ചെയ്ത മാർക്കറാണ്. ഞാൻ ഇന്നൊരുത്ത് ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ 7th അല്ല 6th ക്ലാസ് പോട്ടാണ്. 7th എനിക്ക് കിട്ടിയില്ല തോന്നുന്നുണ്ട്. അന്നെന്തോ തീർന്നു അങ്ങനെ എന്തോ പറയാണ്ട്. ഇതിന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് ഇത് എൻ്റെ എഴുത്താണ്. പക്ഷെ ഇതൊക്കെ ഞാൻ എന്തിനാ എഴുതിയതെന്ന് നിങ്ങൾക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടില്ല. ലൈക്ക് വേറെ ഭാഷയൊക്കെ. ഇത് പിന്നെ ട്യൂഷനത്തെ ഹിന്ദി സാർ എന്തോ ഹോംവർക്ക് ചെയ്തായിട്ടോ പഠിച്ചായിട്ടോ അങ്ങനെ എന്തോ ഇമ്പോസ് ചെയ്യാൻ തന്നതാണ്. പിന്നെ ലൈക്ക് ക്ലാസ് നമ്മൾ ഓരോ കുത്തിയരക്കണ പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ എങ്ങനെ വെറുതെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ രസക്കാരം. ഇത് ഞങ്ങളെ ലാസ്റ്റ് IT ക്ലാസ്സിന് എന്നിട്ട് എഴുതിയതേനി കേട്ടോ. പിന്നെ UP-ത്തെയും ഹൈസ്കൂളത്തേക്ക് ID കാർഡൊക്കെ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് കാണിച്ചതാണ്. പിന്നെ ഇതാണ് കഴിച്ചിട്ട് മദ്രസ ഡയറി. ഇതൊക്കെ ലീവ് ലെറ്റർ എഴുതിയതാണ്. അന്ന് തന്നെ ഒരു പരിപാടി. ഇനി എന്നും പനിയും തലവേദന നീച്ച നേരവുക അതന്നെ ഇനി എൻ്റെ ലീവ് ലെറ്ററിൽ കാര്യമായിട്ടുണ്ടാവും. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് സ്കെച്ചിനോട് യൂണിഫോമിൽ വരച്ച് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ സംഭവം. ഈ സാധനങ്ങളൊക്കെ പെട്ടിയിലിട്ടാണ് നല്ല സേഫ് ആയിട്ട് ഞാൻ പൂട്ടി വെച്ചിട്ടുണ്ട്. ഈ ബക്കറ്റിലൊക്കെ ഒഴിവാക്കാനുള്ള സാധനങ്ങളാണ് ഗൈസ്. ഇത് ഞാൻ സൗദിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു ക്രാബ് എന്നല്ല പറയാം. ഇത് നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടോ. ബട്ട് ഇവിടെ എത്തിയപ്പോഴത്തേനെ പൊട്ടി. അപ്പം എനിക്കായിട്ട് ഒഴിവാക്കാനും തോന്നില്ല. എന്നിട്ട് ഞാൻ കുറേ കാലം എൻ്റെ സ്റ്റഡി ടേബിളിൽ അടിയത്തെ തട്ടിൽ വെച്ചിനി. പിന്നെ തന്നത്തോ ഫെയർ ലവ്ലി ഇതൊക്കെ ഡേറ്റ് കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ 7th 8th ആ ടൈമിലൊക്കെ യൂസ് ചെയ്തിരുന്ന ലിപ് ബാം ഞാൻ സൗദിക്കാരെ കൊണ്ടുപോയത് ഇനി. പക്ഷേ ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടില്ല. സൗദിയിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 2.5-3 കൊല്ലമൊക്കെ ആയി. എന്നിട്ട് പിന്നെ അത് എന്തിനാണ് പാത്ത് വെച്ചാൽ എനിക്കറിയില്ല. അതിന് പിന്നെ എൻ്റെ ആ കാലത്തെ ലിപ്സ്റ്റിക് ഗൈസ് ഒരു ചീന ഷെയ്ഡാണ്. ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവും. ഇതാണ് ഞാൻ 9th 8th യൂസ് ആക്കിയ ലിക്വിഡ് ലിപ്സ്റ്റിക്. ഇത് ഇൻസൈറ്റിന്റെ കോഫി കമന്റ് എന്നുള്ള ഷെയ്ഡാണ്. ഇത് കുറേ ആൾക്കാർക്ക് അറിയുന്ന ഷെയ്ഡ് കാരണം നല്ലൊരു അടിപൊളി ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ്. ഈ സാധനങ്ങൾ മൊത്തം ഈ ഒരു ടേബിളിന്റെ അടിയിലുണ്ട്. അങ്ങനെ അതൊക്കെ പുറത്തെടുത്തു. ഇത് പിന്നെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ എഴുത്തിലായിരുന്നു. വർക്കിന്റെ ടീച്ചറാ തോന്നുന്നു. ഇങ്ങനെ ബുക്ക് ഉണ്ടാക്കാൻ അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടേനി. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ബുക്കാണ്. ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കണം. എത്രയും എനിക്കറിയില്ല. അന്നെ ഒഴിവാക്കാനുള്ളതാണ് ഇതൊക്കെ. പിന്നെ എന്തിനൊക്കെ വണ്ണി അടുത്ത് വെച്ചു. ലൈക്ക് അതിൻ്റെ ഒരു ചട്ടം മാതിരി ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന് ഡൂഡ്ലാട്ട് എന്ന് പറയാം. ഒരു ഇല്യൂഷനൊക്കെ ചെയ്യുന്നത് അങ്ങനെ തോന്നുന്നുണ്ട്. അതും പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഞാൻ വളരെയധികം വെറൈറ്റി ആയിട്ട്
ഒരു സ്കെച്ചൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ മോഡലാണ് ചെയ്തിട്ടുള്ളത്. അത് പിന്നെ വെള്ളമായിട്ട് എല്ലായിടത്തും ആദ്യം ചെയ്തിരിക്കുന്നത് വേറെ. ഇത് പിന്നെ എന്തൊക്കെ ഈ ബുക്ക് ഉണ്ടാക്കുന്ന മെഷർമെൻറ്റ്, പിന്നെ എന്തൊക്കെ കളറിൻ്റെത്, അങ്ങനെ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ അത് ഞാൻ പൂട്ടി വെച്ചു. അപ്പോൾ ഞാൻ ഇത് കണ്ടത്, ഇത് എഴുതുന്ന ഫിസിക്സിൻ്റെ എന്തോ സംഭവമാണ്. ഇതിനൊക്കെ എന്താ പറയുക സത്യം പറഞ്ഞാൽ ശരിക്കറിയില്ല. ലൈക്ക് ഓരോ ഇലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ഒരു അളവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിനൊക്കെ എന്തൊക്കെ പേരുണ്ട്, ബട്ട് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും മനസ്സിലാവാത്ത സ്ഥിതിക്ക് പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് പിന്നെ പൂട്ടി വെച്ചു. ഇതിനിപ്പോൾ 9th-ത്തതാണോ ഏതാ എനിക്കറിയില്ല. ലൈക്ക് 10th ഇതൊന്നും ഇല്ലല്ലോ, ഇല്ലയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, എനിക്കറിയില്ല. പിന്നെ വായിക്കണ ഓരോ ബുക്ക് എന്തൊക്കെയോ കഥ ബുക്ക്, കിങ് ലെയർ, ലോകാത്ഭുതങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ ബുക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ അമ്മ വാങ്ങിയതൊക്കെയാണ്, ഞാൻ വാങ്ങിയതൊന്നുമല്ല. എനിക്ക് പിന്നെ വായിക്കണ ദുശീലമൊന്നും ഇല്ല. അത് പിന്നെ പണ്ട് USSൻ്റെ ഇംഗ്ലീഷിൻ്റെ നോട്ടാണ്. അത് ഞാൻ ലൈക്ക് ഇനിയും ഉപകാരം ഉണ്ടാവും വിചാരിച്ച് എടുത്തതാണ്. പക്ഷെ അന്ന് പൂട്ടിയിട്ട് പിന്നെ എന്നാ തുറക്കണത് മാത്രം. ഇതിൽ ലൈക്ക് ഗ്രാമർ അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെയാണ് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. മുന്നേ പഠിച്ചൊക്കെ ഏതായാലും മറന്നുണ്ടാവില്ലോ, കുറേ കൊല്ലായില്ലേ. ഇത് അതേപോലെ USSൻ്റെ ഇംഗ്ലീഷിൻ്റെ തന്നെ വേറെ നോട്ടാണ്. ഇത് രണ്ടുമാണ് ഞാൻ ഇപ്പോൾ അതിലെടുത്ത് വെച്ചത്. ബാക്കിയൊക്കെ ഞാൻ അടുത്ത് ഒഴിവാക്കിയിരിക്കുന്നത് തോന്നുന്നു. ഇത് പിന്നെ 10th തന്നെ ഏതൊക്കെ ആൻസർ ഷീറ്റുകളൊക്കെയാണ്. ഇതൊക്കെ ഞാൻ എന്തിനാ എടുത്ത് വെച്ചാൽ എനിക്കറിയില്ല. എന്തൊക്കെയോ ഞാൻ എടുത്ത് വെച്ചിരിക്കണം. ഏതായാലും ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, പിന്നെ ഏതാ മാത്സോ ഇംഗ്ലീഷോ ഏതൊക്കെ. ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ ക്രാഫ്റ്റ് ബോട്ടിലൊക്കെ ചെയ്യലുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിനെന്തോ ഒരു പേരുണ്ട്, പേരെന്താ എനിക്ക് നിശ്ചയില്ല. അതൊരു ടിഷ്യൂ ടൈപ്പ് സാധനമാണ്. നമ്മൾ ഗ്ലൂ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ ഒട്ടിക്കല തോന്നുന്നുണ്ട്. ഇത് ബോട്ടിലാട്ടൊക്കെ ചെയ്ത് അടിപൊളി. കാരണം നമ്മൾ ബ്രൗൺ പെയിൻറ്റ് അല്ലെങ്കിൽ വൈറ്റ് ബോട്ടിലൊക്കെ അങ്ങനെ ചെയ്താൽ നല്ല രസമുണ്ടാവും. ഞാൻ അത് വാങ്ങി വെച്ച് നല്ലാണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട്. പിന്നെ ഇത് ഞാൻ എഴുതിയിട്ടുള്ള പബ്ലിക് USS എക്സാം ഉണ്ടല്ലോ, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കണത്. ഇത് ഉറുദുവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഗൈസ്. 15-15 വാട്ട് എ ഗുഡ് സ്കോർ. ഇത് NMOസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. NMOസിൽ ഇങ്ങനെ സെറ്റ് മേറ്റ് അങ്ങനെയൊക്കെയാണ്. ഞാൻ NMOസ് എക്സാം എഴുതിയതിന് വലിയ ഇട്ടലാണ്. എനിക്ക് അതിൻ്റെ ക്ലാസ്സിന് പോകണ തീരെ ഇല്ല. എനിക്ക് അതിൻ്റെ ക്ലാസ് കുത്തർന്നാൻ തലവേദനയാണ്. ലൈക്ക് മാറ്റൊക്കെ ഫുള്ള് മാത്സിൻ്റെ ഒരു കളിയാണല്ലോ മൊത്തത്തിൽ. എനിക്കാണെങ്കിൽ മാത്സ് ഇഷ്ടം. USSന് ഞാൻ മാത്സോട് അങ്ങോട്ട് കുഴങ്ങിനി, പിന്നെ എങ്ങനെയൊക്കെ കണ്ട് തീർത്തതാണ്. ഞാൻ NMOസിൻ്റെ ക്ലാസ്സിന് മര്യാദയ്ക്ക് പോവില്ലേ. ഇനി പഠിച്ചാൽ തുടങ്ങിയത് തന്നെ പരീക്ഷൻ്റെ ഒരാഴ്ച മുന്നെയാണ്. പിന്നെ കിട്ടാത്തതിൽ എനിക്കൊരു സങ്കടമില്ല. കാരണം 150% ഉറപ്പ് എനിക്ക് കിട്ടൂല. പിന്നെ ഞാൻ ഈ ഒരു ടേബിളിൻ്റെ തന്നെ ഡ്രോയർ അഥവാ വലിപ്പ്, അതിലിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടായിനി. അങ്ങനെ അതൊക്കെ എടുത്ത് ഡ്രോയറൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി സെറ്റാക്കി ഒന്ന് ഓർഗനൈസ് ആക്കിയിട്ട് ഇത് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. അടിച്ചു വാരി ഒന്ന് തട്ടിക്കൊട്ടിയിട്ടുള്ള കോലം. ഇനി നമുക്ക് തോത്താനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ തോത്തിയിട്ടില്ല. ഈ അടിച്ചേരൽ പരിപാടി മാത്രം കഴിഞ്ഞപ്പോൾ ഞാൻ 3 മണി കഴിഞ്ഞ നേരം എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കുറച്ച് മെല്ലെയാണ് എടുത്തത്. പിന്നെ നീച്ചപ്പോഴും കുറച്ച് നേരം ഉണ്ടായിനി. അപ്പം പണി തുടങ്ങാനും കുറച്ച് നേരം വയ്ക്കിന്. പിന്നെ ചക്കൊക്കെ ഉണ്ടായിനി. അങ്ങനെ ചക്കൊക്കെ എടുത്ത്. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ദിവസമാണ് എനിക്ക് ട്രൈപോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് 260 രൂപയാണ് വരുന്നത്. പിന്നെ 7 ഫീറ്റോളം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അൺബോക്സിങ്ങിന് ശേഷം പിന്നെ ഞാൻ ചോറ് എന്നാ വിചാരിച്ചു. ചോറിന് ഇന്നതാ ക്യാരറ്റ് ഉപ്പേരി, മീൻ പൊരിച്ചതും അതേപോലെ കുമ്പളങ്ങ തേങ്ങരച്ച കറിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ രാവിലെ എത്തും കാര്യമായിട്ട് തിന്നിട്ടില്ല. അതുകൊണ്ടാണ് അതിന്റെ ക്ലിപ്പൊന്നും ഇതിലില്ലാത്തത്. പിന്നെ നീച്ചാൻ അത്യാവശ്യം ലേറ്റ് ആയിട്ട് ഇനി നല്ല മഴയും പിന്നെ സ്കൂളിൽ ഇല്ലാത്തപ്പോൾ ആരായാലും ഒന്ന് കടന്നുറങ്ങി പോകില്ല. പിന്നെ ഇപ്പച്ചി അങ്ങോട്ടോ പോയപ്പോൾ ഇതാ പച്ചമാങ്ങ, പേരക്ക, അതേപോലെ പൗത്തമാങ്ങ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ സ്റ്റോക്ക് റൂമൊക്കെ എടുത്ത് വെച്ച്. നമ്മളാണെങ്കിൽ നേരത്തോടെ അടിച്ചേരിയിട്ട് മാത്രമേ ജസ്റ്റ് തട്ടിക്കൊട്ടാൻ. നമുക്ക് ഇവിടെ തോത്തി മൊത്തത്തിൽ വൃത്തിയാക്കാണ്ട്. തോത്ത മീൻസ് ടേബിൾ തോത്തണം, ഈ പുതിയ ഉണ്ടാക്കിയ ആൾമറ തോത്തണം, മറ്റേ ആൾമറ തോത്തണം, കട്ടിലും തോത്തണം. പിന്നെ എൻ്റെ അമ്മ വാതിലും ജനവാതിലും എക്സ്ട്രാ തോത്തൻ പറഞ്ഞിരുന്നു. പക്ഷെ അത് തോത്തണം നല്ലൊരു വൃത്തി ഇട്ടുള്ളൂ. കാരണം മൊത്തത്തിൽ പൊടിയായിട്ട് ആ കലമ്പായിട്ടാണ് ഉണ്ടെങ്കിയത്. അങ്ങനെ ഞാൻ ടേബിളിൽ നിന്ന് തന്നെ ആരംഭിച്ചു. നേരത്തെ ഈ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ച് എന്നല്ല പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞാൻ കണ്ടപ്പോഴാണ് ഇത് എടുത്ത് വെച്ചില്ല എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ആദ്യം ഞാൻ ഈ വലിപ്പൊക്കെ നല്ലോണം തോത്തി, എന്നിട്ട് പിന്നെ ആ സാധനങ്ങൾ പിന്നെ അയക്കാൻ എടുത്ത് വെച്ചു. അങ്ങനെ വലിപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ടേബിളിന്റെ ഒരു മുകൾ ഭാഗം അതേപോലെ സൈഡ് പിന്നെ അടിയിത്തത് അങ്ങനെ എല്ലാ ഭാഗവും മൊത്തത്തിൽ തോത്തിയെടുത്തു. ഞാൻ പറഞ്ഞില്ല എല്ലാ ഭാഗവും പൊടിയായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ട്രൈപോഡിലാണ് ഗൈസ് എടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഓരോ പണി ചെയ്യുമ്പോൾ ട്രൈപോഡ് വേണം, എന്നാലാണ് കറക്റ്റ് കാണുള്ളൂ. മറ്റേത് ലൈക്ക് നമുക്ക് വെക്കാൻ പറ്റിയ സ്ഥലത്തൊക്കെ ഫോൺ വെച്ചെടുത്താൽ ചെയ്യണ പണിയൊന്നും കാണൂല, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം കാണാം. പിന്നെ ഞാൻ ഈ ഒരു പുതിയ ആൾമാരെയും പഴയ ആൾമാരെയും കട്ടിലും ജനവാതിലും വാതിലും മൊത്തത്തിലൊന്നും തോത്തിയെടുത്തു. ഈ ഒരു പുതിയ ആൾമാരിലെ തോത്തിയില്ല. അതിൻ്റെ മേലത്തെ തട്ടിൽ കുറച്ച് പൊടി അതേപോലെ ചെറിയ ചെറിയ ചണ്ടികൾ, അതായത് വേസ്റ്റ് ഒക്കെ ഉണ്ടായിനി. പക്ഷെ ഞാൻ അടിച്ചു കയറിയപ്പോൾ ഒന്നും കണ്ടില്ല, മേലത്തെ അത്ര ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ നിലത്ത് കുറച്ച് പൊടി ഉണ്ടായിനി. അത് ഞാൻ പിന്നെ ഈ ഒരു എന്താണ് തുടക്കണ വടിയോണ്ട് തന്നെ ഒന്നും ഇങ്ങോട്ട് നീക്കി. അങ്ങനെ ഈ റൂമും പിന്നെ മേലത്തെ ഫ്ലോറും മൊത്തം അടിപൊളിയായിട്ട് തുടച്ച് സെറ്റ് ആക്കിയിട്ട് എടുത്തു. ഈ ഒരു പണിയൊക്കെ പാടെ കഴിഞ്ഞ് വന്നപ്പോത്തിന് രാത്രി 8:30 കഴിഞ്ഞിനി. അങ്ങനെ ഞാൻ കുളിച്ചും വന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഇന്ന് ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞത് ഇനി, ബട്ട് ഇന്ന് റെഡ് അലേർട്ടൊക്കെ ആയിട്ട് ക്ലാസ് ഇല്ലേനല്ലോ. അപ്പം നാളെ എന്തായാലും ചോദിച്ചു ഉറപ്പാണ്. അക്കൗണ്ടൻസിയാണ് പഠിക്കാണ്ടിരുന്നത്. അങ്ങനെ അതൊക്കെ കുത്തർന്ന് അങ്ങോട്ട് പഠിച്ചു. ഇതായി കാണുന്ന ഈ ഒരു പാരഗ്രാഫേ പഠിച്ചാനുള്ളൂ. ഇതെന്തോ അക്കൗണ്ടൻസിന്റെ ഡെഫിനിഷൻ ആണ്.
അങ്ങനെ പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 10:45 ആയപ്പോൾ ഞാൻ കിടന്നു. അപ്പോൾ പിന്നെ ഫേസ് വാഷൊക്കെ തീർന്നുകൊണ്ട് സ്കിൻ കെയർ ഒന്നും വീഡിയോ എടുക്കാനില്ല. പിന്നെ ഈ ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ചു. ഞാൻ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് വെള്ളം കൂടി ഒന്നുകൂടി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വാങ്ങിയത്. ഇനി വലിയ കുഴപ്പമില്ലാത്ത ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്, എന്നാലും വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഏതായാലും ഇന്നത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.